ശ്രീ ഗുരുവായൂരപ്പ ശരണം നാരായണ. ശ്രീ തിരുമംഗലത്തദേവരേ ശരണം. ശ്രീ സദ്ഗുരുഭ്യോ നമ. ഭക്തേഭ്യോ നമ. ഗുരുവായൂരപ്പ. ശ്രീമദ് ഭാഗവത മഹാപുരാണം ദശമസ്കന്ധം 20-ാം അധ്യായം ഋതുവർണ്ണന പറയണു. ഋതുക്കൾ വളരെ എങ്ങനെയാണോ വേണ്ടത് അതേപോലെ. വെയിലാണെങ്കിൽ ചൂടും പ്രകാശമൊക്കെ പാകമായിട്ട്, മഴയാണെച്ചാൽ സഹിക്കാവുന്ന രീതിയിൽ, വെള്ളപ്പൊക്കമൊന്നും ഉണ്ടാവില്ല, മഴ കിട്ടുകയും ചെയ്യും. അങ്ങനെ മഞ്ഞായാലും സഹിക്കാൻ പറ്റുന്ന തണുപ്പ്, അങ്ങനെയല്ലേ. അതേപോലെ പൂക്കൾ, കായ്കൾ ഇതൊക്കെ ധാരാളമായിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ ആ സമയത്ത് ഭഗവാൻ എങ്ങനെയാണ് എല്ലാവരുമായിട്ട് ഒപ്പം കഴിഞ്ഞത് എന്ന് വിസ്തരിച്ച് പറയുന്നു. കൃഷ്ണൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. ആ സമയത്ത് കൃഷ്ണൻ്റെ ഈ ലീലകളിൽ ഇന്നതൊക്കെ ഒളിഞ്ഞിരിക്കുന്നുണ്ട് എന്ന് പറയുന്ന രീതിയിലാണ് ഈ കൃഷ്ണലീലകൾ മുഴുവൻ. ഇവിടെ ത്രിഗുണപരമായിട്ടാണ് ഒരു ജീവന് ഈ ഋതുക്കളെ തോന്നുക. ഇടി, മഴ, ഇപ്പം അങ്ങനെ ഒരു രംഗമാണെങ്കിൽ അതിൽ ഇടി രജോ ഗുണമാണ്, അത് ഘോരമാണ്. മിന്നൽ സത്യമാണ്, ശാന്തമാണ്. മഴ തമോ ഗുണമാണ്, മൂഢാണ്. നമുക്ക് ഉൾക്കൊള്ളാൻ ലേശം പ്രയാസം ഉണ്ടാവും. കാരണം മഴയെ നമുക്ക് ഇഷ്ടപ്പെടാത്തതായിട്ട് ഒരാളും ഇല്ലാതെ. മഴയിലൂടെയാണ് ജീവൻ അങ്ങോട്ടും ഇങ്ങോട്ടും, വെള്ളത്തിലൂടെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത്. അപ്പം അതാണ് തമോ ഗുണം എന്ന് പറഞ്ഞത്. ഇടി രജോ ഗുണമാണ്. അത് നമുക്കൊരു പക്ഷേ അംഗീകരിക്കാൻ പറ്റുകയും ചെയ്യും. കാരണം ഇടിയുടെ ആ ഒരു ശബ്ദം പേടിപ്പെടുത്തിക്കൊണ്ട് അപ്പം അത് അത്ര താല്പര്യം ഉണ്ടാവില്ല. മഴയെ നമുക്കിഷ്ടമാണ്, പക്ഷേ അതിലൂടെയാണ് ജീവൻ പ്രപഞ്ചവുമായിട്ട് ബന്ധം വരുന്നത്. അതുകൊണ്ട് അത് തമോ ഗുണമായി. ഇടി കഴിഞ്ഞാൽ മിന്നലാണ് ആദ്യം വരിക, പിന്നെയാണ് ഇടിയുടെ ശബ്ദം വരിക. ആ മിന്നൽ സ്വയം പ്രകാശം ആണ്, ഒരാൾക്ക് നിയന്ത്രിക്കാൻ സാധിക്കില്ല. മേഘങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടുമ്പോഴാണല്ലോ അപ്പം ഉണ്ടാവുന്ന ഈ എനർജി പുറത്തേക്ക് വരുന്നത് പ്രകാശമായിട്ടാണ്. അത് അതിതീവ്രമാണ്. അത് പച്ച സസ്യങ്ങളും കത്തിക്കാനുള്ള, അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ ഭൂമി, മണ്ണ് തന്നെ ഉരുക്കാനുള്ള കഴിവുണ്ട്. അത്രയും ശക്തിമത്താണ്. അപ്പോൾ സ്വതേ അത് അതിൻ്റെ തീക്ഷ്ണത മാക്സിമത്തിലാണെങ്കിൽ അത് ഒരു സംഹാരകാരകനാണ്. അത് ചെറുതായിട്ട് ഇങ്ങനെ ഉണ്ടാവുകയാണെന്ന് വെച്ചാലോ അതൊരു സുഖമാണ്. നല്ല കൂരിരുട്ട്. ആ സമയത്ത് വഴിയും കൂടിയും കാണാതെ കണ്ട് നടക്കുമ്പോൾ ഒരു എവിടേക്കാ മനസ്സില്ലാത്ത, വഴി അറിയാത്ത ഒരു ആൾ നിൽക്കുകയാണെന്ന് വെച്ചാൽ ഈ ഇടി ഉണ്ടായ വലിയ സന്തോഷമാണ്. മിന്നലുണ്ടായാൽ, ചെറിയ മിന്നൽ വലിയ സന്തോഷമാണ്. പക്ഷേ അത് കനക്കുമ്പോൾ മണ്ണിനെ കൂടി ഉരുക്കാൻ കഴിവുണ്ട് അതിന്. അപ്പോൾ നമ്മൾക്ക് വളരെ നിസ്സാരമാണ്. നമ്മുടേത് പലതും വേഗം കത്തുന്നതാണ്. അപ്പോൾ മണ്ണിനെ ഉരുക്കാനുള്ള കഴിവുണ്ട്, പാറയെ ഉരുക്കാനുള്ള കഴിവുണ്ട്, അല്ലെങ്കിൽ അതിനെ നശിപ്പിക്കാനുള്ള കഴിവുണ്ട്. ലെവലേശം ബാക്കി ഉണ്ടാവില്ല, അങ്ങനെ കത്തിക്കും. അതിനുള്ള കഴിവുണ്ട് അതിന്. അത് സാത്വിക ഗുണം. അപ്പം അതാണ് ഇത്. വ്യാഖ്യാനം എങ്ങനെയാണ് എടുക്കേണ്ടത് എന്നുള്ളത് നല്ലോണം അനുസരിച്ചാൽ മാത്രമേ കിട്ടുള്ളൂ. മഴയുടെ കാര്യത്തിൽ ഇടി രജോ ഗുണാണ്, ഘോരം ആണ്. മിന്നൽ ശാന്തമാണ്, അത് സത്യമാണ്, സാത്വിക ഗുണമാണ്. മഴ മൂഢമാണ്, തമോ ഗുണമാണ്. ഇതൊരു വ്യാഖ്യാനത്തിൻ്റെ ഒരു കഷ്ണം പറഞ്ഞു, അത്രയേ ഉള്ളൂ. ധാരാളം ഉണ്ട് അതുപോലത്തെ. ഇപ്പം ഇവിടെ സൂര്യനെ പോലെ, സൂര്യൻ വെള്ളം വലിച്ചെടുക്കണു, മേഘമാക്കണു, മഴയാക്കണു, എല്ലാ ദിക്കിലേക്കും കൊടുക്കണു.
അപ്പോൾ ഭൂമിയിൽ എല്ലായിടത്തും ഒരേപോലെ വെള്ളം കിട്ടുക, അല്ലെങ്കിൽ വേണ്ട രീതിയിൽ വേണ്ട പോലെ വെള്ളം കിട്ടുക, ഒരു രാജാവിൻ്റെ ധർമ്മം പോലെ. അതേപോലെ തിരിച്ചും ഉപമിക്കാറുണ്ട്. രാജാവിൻ്റെ ധർമ്മം ഈ സൂര്യനെ പോലെയാണ്. നികുതി പിരിക്കൽ നീരാവിയാക്കുന്ന പോലെയാണ്, വെള്ളം നീരാവിയാക്കുന്ന പോലെ. അങ്ങനെ അത് മഴയാകുമ്പോൾ എല്ലാ ദിക്കിലും വീതിച്ചു നൽകുന്ന പോലെ രാജാക്കന്മാർ സൂര്യനെ പോലെ പെരുമാറണം. ഇവിടെ തിരിച്ചാണ്. ഇവിടെ രാജാവ് ഉദാഹരണമൊന്നുമില്ല, നമ്മൾ പറഞ്ഞു മാത്രം. പിന്നെ ദാരിദ്ര്യം കൊണ്ട് സജ്ജനം, ധനം ദാനം ചെയ്യുന്ന പോലെ. പലർക്കും ലവലേശം ജീവിക്കാൻ പോലും കഴിവില്ലാത്തൊരവസ്ഥ. അത് കണ്ട ഒരു ധനികൻ ആ നാട്ടിലേക്ക് വരികയാണെന്ന് കൂട്ടാം. ധാരാളമായിട്ട് ധനത്തെ എല്ലാവർക്കുമായിട്ട് വീതിച്ചു കൊടുക്കുക. അപ്പോൾ അവിടെ ചെറിയൊരു കൺഫ്യൂഷൻ വരും. എല്ലാവർക്കും ഒരേപോലെ തുല്യമായിട്ട് 10 ഉറുപ്പ്യ കൊടുക്കുന്നതാണോ, അത് ഒരാൾക്ക് 10,000 ഉറുപ്പ്യയുടെ ആവശ്യമുണ്ട്, മറ്റാൾക്ക് 100 ഉറുപ്പ്യയുടെ ആവശ്യമുള്ള വെച്ചാൽ അവിടെ 100 ഉറുപ്പ്യയും 10,000 ഉറുപ്പ്യയും കൊടുക്കുന്നതാണോ? ഇവിടെ രാജധർമ്മം പറയുന്നത് 100 ഉറുപ്പ്യ കിട്ടേണ്ട ആൾക്ക് 100 ഉറുപ്പ്യ കൊടുക്കാവൂ, 10,000 ഉറുപ്പ്യ കൊടുക്കേണ്ട ആൾക്ക് 10,000 ഉറുപ്പ്യ ആവശ്യമുണ്ടെങ്കിൽ 10,000 ഉറുപ്പ്യാണ് കൊടുക്കേണ്ടത്. അതാണ് തുല്യത. ഇപ്പം നമ്മൾ അങ്ങനെ ഒരു വീക്ഷണത്തിൽ എത്താൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അയാൾക്ക് 10,000 കൊടുത്തു, എനിക്ക് 100 തന്നുള്ളൂ എന്ന് പറയുന്നവരാണ് നമ്മൾ, സാമാന്യ ജനം എന്ന് സാരം. ഭൂമിയിൽ മഴക്കാറാണല്ലോ മഴ പെയ്യിക്കണത്. അതിന് കാറ്റിൻ്റെ സഹായമില്ലാതെ കണ്ട് സാധിക്കില്ല. കടലിൽ മേഘം ഉണ്ടാവണു, അത് കാറ്റ് കൊണ്ടുവരണു, പർവ്വതങ്ങൾ അതിൻ്റെ ഒരു മർദ്ദമുണ്ട്, അത് തടുക്കണു. ഇതേപോലെ മഴ പെയ്യുന്ന ആ ഒരു സമ്പ്രദായം ഉണ്ടല്ലോ, ഖനീഭവനം എന്തൊക്കെയാണ് ഉണ്ടെന്ന് വെച്ചാൽ അതിൻ്റെ ശാസ്ത്രീയമൊക്കെ ചിന്തിച്ചോളാം, അത്രയേ ഉള്ളൂ. ഈ ജീവൻ മുകളിലേക്ക് പോകണം. എവിടേക്ക് എന്ന് പറയാൻ പറ്റില്ല. ചന്ദ്രലോകാവാം, സൂര്യലോകാവാം, മുനിലോകാവാം, സത്യലോകാവാം, വൈകുണ്ഠാവാം. വൈകുണ്ഠായാൽ തിരിച്ചു വരണ്ട. അപ്പോൾ ബ്രഹ്മലയം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ 4 എന്നുള്ള വ്യത്യാസമില്ല, 3 എന്നുള്ള വ്യത്യാസമില്ല, 2 ഇല്ല, 1 ഉള്ളൂ. അതേപോലെ ഈ കാർമേഘങ്ങൾ സമുദ്രതലത്തിൽ അത് ഉപ്പുജല, കായലുകൾ, പല മറ്റേ സരസ്സുകളൊക്കെ ജലാശയങ്ങൾ ശുദ്ധജലം, നദി, അതിന്നൊക്കെ പോകേണ്ടത് നീരാവി. പക്ഷേ ഈ അന്തരീക്ഷത്തിലൂടെ ഇങ്ങനെ പോകുമ്പോൾ അന്തരീക്ഷത്തിലെ മലിനം കൂടി അതിലെന്തെല്ലാം ചേരുന്നറിയോ? ദുർഗന്ധവും ചേരും, സുഗന്ധവും ചേരും, പൊടിപടലങ്ങളും ചേരും, മറ്റ് പലതും ചേരും. ഈ ചേരുവയൊന്നും ആ കാർമേഘത്തിനെ ബാധിക്കുന്നില്ല. തിരിച്ചു വരുമ്പോൾ ശുദ്ധജലമായിട്ടാണ്. എങ്ങനെയാണ് ഈ പ്രക്രിയ നടക്കണം? ഇതൊരു ഈശ്വരൻ്റെ പല തരത്തിലും, അതാണ് ഈശ്വരൻ എന്നുള്ള കഴിവ്, പ്രകൃതിയുടെ കഴിവ്. ഈശ്വരൻ അതിലേക്ക് ഈ ശുദ്ധീകരണ പ്രക്രിയ ചെയ്യണു. ഇതേപോലെ തന്നെ വേണം നമ്മുടെ പ്രവൃത്തികളും നാം സ്വയം ചെയ്യുവാനായിട്ട്. നമുക്ക് നല്ലതും ചീത്തയും ഒക്കെ ചെയ്യേണ്ടി വരും. ഈ ചീത്തകളെ നമുക്ക് ഇതുപോലെ ശുദ്ധീകരിക്കാൻ പറ്റും ഉപാസന കൊണ്ട്. ഗുരുക്കന്മാരുടെയും ഈശ്വരൻ്റെയും അനുഗ്രഹത്തെ നമുക്ക് എപ്പോഴാണോ പ്രാപിക്കാൻ സാധിക്കുന്നത്, അപ്പോൾ ഈ ശുദ്ധീകരണ പ്രക്രിയ നടന്നുകൊണ്ടിരിക്കും. ഇന്ന് ഇത് രണ്ടും വളരെ പ്രശ്നമാണ്. മാഷന്മാരോട് ബഹുമാനമില്ലാത്ത വിദ്യാർത്ഥികൾ, അമ്പലത്തിൽ പോകുന്നത് മറ്റെന്തൊക്കെയോ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട്. വലിയ ടൗണുകളിലെ അമ്പലങ്ങളാണ് ഇഷ്ടം, തിരക്കുള്ള അമ്പലത്തിലാണ് ഇഷ്ടം. കൊട്ടും വാദ്യവും അങ്ങനെയുള്ള താളാത്മകം പാട്ട് ഇതൊക്കെ കേൾക്കാനാണ് ഇഷ്ടം. ഭാഗവത തത്വങ്ങൾ അല്ലെങ്കിൽ ഭാഗവതം പറയണ ആ ഒരു വേദിയിലേക്ക് വരുന്നില്ല. അത് കുട്ടികൾ എന്ന അർത്ഥത്തിൽ പ്രായം കൊണ്ട് കുട്ടികളല്ല, ജ്ഞാനം കൊണ്ട് കുട്ടികൾ. മുത്തശ്ശിയായിട്ടും കാര്യമൊന്നുമില്ല, ഒരു ജ്ഞാനമില്ല. വേണം എന്നുള്ള ആഗ്രഹമില്ലാത്തതാണ് അവിടെ ജ്ഞാനമില്ലായ്മ. ജ്ഞാനമില്ല എന്നുള്ളതല്ല, ഈശ്വരനെയാണ് അറിയേണ്ടത് എന്ന ജ്ഞാനം അവർക്കില്ല, അത്രയേ ഉള്ളൂ. ബാക്കിയുള്ള എല്ലാ ജ്ഞാനങ്ങളും ഒരുപക്ഷെ ഈ ആചാര്യനേക്കാൾ കൂടുതലാവും. നല്ലോണം മനസ്സിരുത്തണം. ആചാര്യൻ എന്ന് പറഞ്ഞാൽ മഹാകേമൻ എന്ന് തെറ്റിദ്ധരിക്കരുത്. ആചാര്യനേക്കാൾ എത്രയോ കൂടുതൽ അറിവും കഴിവും എല്ലാവരാലും ബഹുമാനിക്കപ്പെടുകയും ചെയ്യുന്ന പുണ്യാത്മാക്കൾ
ഈ ആചാര്യൻ കുറച്ച് ഭാഗവതം പറയും എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ അതിൻ്റെ ഒരു ഭാവം അത് ഈശ്വരനുമായിട്ട് നേരിട്ട് ബന്ധം വരണു എന്നുള്ളതാണ്. പൂജകന് പോലും ഇല്ലാത്തതാ ഇന്ന്. പണ്ടത്തെ അല്ല, ഇന്നത്തെ. പൂജകൻ പോലും വഴിപാടായിട്ട് ചെയ്യണേ ഉള്ളൂ. വളരെ വ്യത്യാസമുണ്ട്. പക്ഷേ ഇത് കുറച്ചൊന്നും ഉള്ളിൽ ഇല്ലാതെ കണ്ടത് പറയാൻ പറ്റില്ല. ആ രീതിയിൽ വേണം ഭാഗവതത്തെ എടുക്കാനായിട്ട്. അത് വേണം പ്രചരിപ്പിക്കാനായിട്ട്. അത് വേണം നിർബന്ധിച്ച് ചെയ്യിക്കാനായിട്ട്. അതേപോലെ സൂര്യനിൽ നിന്ന് മേഘം ജലം വഴി ഭൂമിയിൽ, സസ്യം വഴി ശരീരത്തിലേക്ക്, രേതസ് വഴി ബീജം സ്ത്രീയിലേക്ക്, ജീവനോൽപത്തി സംക്രമണ ചക്രം. ജീവൻ എങ്ങനെയാണ് ഇങ്ങനെ ഓരോ ഘട്ടമായിട്ട് ഇങ്ങനെ മാറി മറിഞ്ഞ് ഇവിടെ എത്തുന്നത്? നമ്മളിപ്പോൾ എല്ലാം സ്വീകരിച്ചു, അറിവ് മറ്റു കാര്യങ്ങളൊക്കെ പലതും സ്വീകരിച്ചു, ധാരാളം ധനം ഉണ്ടാക്കി, നല്ല യശസ്സും ഉണ്ട്. നമ്മൾ മരിച്ചു പോയി കഴിഞ്ഞാൽ ഈ ശരീരം ചെയ്തത് എന്തൊക്കെയോ ചിലത് ഇവിടെ ബാക്കിയുണ്ടാവും യശസ്സായിട്ട്. അത് വളരെ വളരെ ഈശ്വരാധീനമുണ്ടെങ്കിൽ മാത്രം, ഈശ്വരാനുഗ്രഹമുണ്ടെങ്കിൽ, വരമായിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ മാത്രം നമ്മൾ പിന്നീട് ഒരു ജന്മം സ്വീകരിക്കുന്ന സമയത്ത് ഒരുപക്ഷെ മാനാവാം, മയിലാവാം, അതല്ലെങ്കിൽ സസ്യാവാം, മരമാവാം, തിര്യജാതി ഏതായാലും വേണ്ടില്ല, ദേവനാവാം, അസുരനാവാം. അപ്പോൾ ഈ സാത്വിക ഭാവത്തിലുള്ള ഈശ്വരനെ ഭജിച്ച ആ പുണ്യം മുഴുവനെ ഈ ശുദ്ധസത്വമാവാനുള്ള അവിടം വരെ എത്തിയിട്ടുണ്ട് എങ്കിൽ, ത്രികാലജ്ഞാനം ലഭിച്ചു എങ്കിൽ, ജഡഭരതനെ പോലെ മാനായിട്ട് ജനിച്ചപ്പോൾ പൂർവ്വജന്മസ്മൃതി ഉണ്ടായതുകൊണ്ട്, ഗജേന്ദ്രനെ പോലെ ആ സിങ്കിങ് ടൈമിനാണെങ്കിലും ആ ഭഗവാനെ നല്ലോണം മനസ്സിലായി, ഞാൻ രാജാവായിരുന്നു, ഈ ശാപം മൂലമാണ്, അഗസ്ത്യൻ്റെ ശാപം മൂലമാണ് ആനയായത്, ഭഗവാനെ ഇനി എനിക്ക് ജന്മം വേണ്ട, ഇത് പറയാറാവും. അപ്പോൾ ഈ ഉപാസനയ്ക്കുള്ള ഫലം ഇതാണ്, നമ്മെ ഭക്ത പ്രണശ്ശേരി. അപ്പോൾ ആ ജീവൻ എപ്രകാരത്തിലാണോ ശുദ്ധം ആകുന്നത്, ഒന്നും ഉണ്ടാവരുത് കയ്യിൽ ബാക്കി, അങ്ങനെ ശുദ്ധാവണം. അതേപോലെ എത്തിക്കാനുള്ള ലീലകളാണ് ഭഗവാൻ ഓരോ പ്രവൃത്തികളും. ഇത് ശ്രദ്ധിക്കുന്ന ജീവജാലങ്ങളെ ശുദ്ധീകരിക്കും. നമുക്ക് പക്ഷേ ഇപ്പോൾ കൃഷ്ണൻ വെണ്ണ കട്ടു, മറ്റേ അമ്മയെപ്പോലും കബളിപ്പിച്ചു, ദാമോദരൻ എന്ന ലീല, അസുരന്മാരെയൊക്കെ വധിച്ചു, അതിനൊക്കെ നല്ല കഥ രുചിയൊക്കെ ഉണ്ട്. അത് ഓരോന്നും നമ്മുടെ തന്നെ ഈ സ്വഭാവ ദൂഷ്യങ്ങളെ ഈ പ്രകാരത്തിൽ നിഷേധിക്കാൻ സാധിക്കും, അതിൽ നിന്ന് മറികടക്കാൻ സാധിക്കും എന്നുള്ളതിലേക്ക് നമ്മൾ വ്യാഖ്യാനം ചെയ്ത് കൊണ്ടുവരണം. അപ്പോൾ അതിന് കുറച്ചങ്ങോട്ട് ആയാലേ പറ്റുള്ളൂ. സാധാരണക്കാർക്ക് ഞങ്ങളെ പോലുള്ളവർക്കൊന്നും പറ്റില്ല, ഉറപ്പാണ്. അതിനേക്കാൾ മീതെ ആവണം, എന്നാലേ അതാവുള്ളൂ. ഒരു 3-4 സ്റ്റെപ്പും കൂടി മുകളിലേക്ക് കയറിയാൽ മാത്രമേ അതൊക്കെ സാധിക്കുള്ളൂ. കുറേ കാലം മഴ പെയ്യാതെ കണ്ട് വീണ്ടും ഒരു മഴ പെയ്ത് ഭൂമി ഒന്ന് തണുത്ത്, അപ്പോൾ ആ സമയത്ത് പുല്ല് അതുപോലെ ചെടികളൊക്കെ കുറച്ചായിട്ട് ഉണ്ടാവും. അപ്പോൾ ആ സമയത്ത് ഈ നടക്കണ വഴി മറ്റേ അവിടെ തീരെ ഉപയോഗിക്കാതെ കണ്ടാണ് ഇരിക്കണമെന്ന് കൂട്ടുക. അപ്പോൾ എന്താ ഉണ്ടാവുക, ഈ പുല്ല് വന്നിട്ട് ആ വഴി മൂടും, പിന്നെ ആ വഴി കാണില്ല. പക്ഷെ വഴിയുടെ അവസ്ഥ അതിൽ കിടക്കുന്നുണ്ടാവും. നമ്മൾ ആ പുല്ലിനെ വെട്ടിക്കഴിഞ്ഞാൽ ഈ സ്ഥിരമായിട്ട് നടക്കുന്നതായിട്ടുള്ള വഴി അതിനൊരു കേടുമില്ലാതെ കണ്ട് അവിടെ ഉണ്ടാവും. ഈ പുല്ലിനെ വെട്ടലാണ് ഉപാസന, പുല്ലുണ്ടാവാതിരിക്കലല്ല. നമ്മളിപ്പോൾ ചെയ്യുന്നത് അങ്ങനെയാണ്. കളകൾ വരാതിരിക്കാനുള്ള സൂത്രമാണ്. മുറ്റത്ത് ഉണ്ടാവാതിരിക്കാനാണല്ലോ ഈ ഹോളോ ബ്രിക്സ് ഇൻ്റർലോക്കൊക്കെ വിരിക്കണത്. നമ്മൾ പുല്ലുണ്ടാവാതിരിക്കാനാ. അപ്പോൾ ആ സൂത്രം അതത്ര ശരിയല്ല. പുല്ലുണ്ടാവുക തന്നെ ചെയ്യും. അതായത് ഭൗതികമായിട്ട് പറയുമ്പോൾ അവിടെ ഇൻ്റർലോക്ക് വിരിക്കരുത്. ആധ്യാത്മികമായിട്ട് വരുമ്പോൾ ഇൻ്റർലോക്ക് നമ്മൾ സിമൻ്റ് ഇട്ടിട്ട് വിരിക്കണം.
രണ്ട് തമ്മിലുള്ള വ്യത്യാസം ചെറുതല്ല, വലുതാണ്. ഇൻ്റർലോക്ക് ഇട്ട് വിരിച്ചാൽ മാത്രം പോരാ, മീതെ ഒരു കവറിങ്ങും കൂടെ വേണം. സൂര്യപ്രകാശം നേരിട്ട് തട്ടാത്ത രീതിയിൽ. ചില്ല് പോരാ, കള്ളികളുള്ള വല പോരാ, ഓട് പോലത്തത് വേണം. നേരിട്ട് സൂര്യപ്രകാശം തട്ടരുത്. തട്ടിയിട്ട് പ്രതിഫലിച്ച് വന്നു കഴിഞ്ഞാൽ പുല്ലുണ്ടാവില്ല, വളരെ കുറയും, മുളയ്ക്കാനുള്ള അത് കിട്ടില്ല. നേരെ മറിച്ച് ഈ ഇൻ്റർലോക്ക് സിമെൻ്റ് ഇട്ട് ചെയ്താൽ തന്നെ പുല്ല് വരില്ല. അതിൽ മോശം കൂടിയും വരാത്ത രീതിയിൽ വേണം. ഇപ്പം നമ്മൾ അകത്ത് ടൈൽസ് ഇട്ട് കഴിഞ്ഞാൽ അവിടെ പുല്ല് വരുന്നില്ലല്ലോ എന്ന കൂട്ടത്തിൽ വേണം ഈ കളകൾ വരാതിരിക്കാൻ. കളകൾ എന്നുള്ളത് ദുർവാസനകളാണ്. അപ്പോൾ ആ ദുർവാസനകൾ വരാതെ കണ്ട് ഈ ചെയ്യുന്ന കർമ്മങ്ങളുടെ ലക്ഷ്യം അത് തപസ് രൂപേണ ചെയ്താൽ മാത്രമേ ആ ലക്ഷ്യം ശരിയാവുള്ളൂ. ചെയ്യുന്ന കർമ്മങ്ങൾക്ക് വ്യത്യാസമില്ല. ചോറും കൂട്ടാനും വയ്ക്കലും അമ്പലത്തിൽ പോലൊക്കെ തന്നെ കർമ്മങ്ങൾ. പക്ഷെ അതിൻ്റെ ഭാവമാറ്റം, ആ ഭാവമാറ്റമാണ് ഈ ഗുണത്തിലേക്ക് എത്തിക്കുക. ഇപ്പോൾ രാത്രിയിൽ മഴക്കാറ് കാരണം നക്ഷത്രങ്ങളും കൂടി കാണാനില്ലാണ്ടാവും. മിന്നാമിനിങ്ങിനെ കാണും ചെയ്യും. വേറെ പ്രകാശമൊന്നും ഇല്ലാച്ചാൽ ആ മിന്നാമിനിങ്ങിന് നല്ല തെളിച്ചാണ്. കൂരിരുട്ടത്ത് ഒരു മിന്നാമിനിങ് വന്നു വെച്ചാൽ അതിൻ്റെ പ്രകാശം നമുക്ക് ഒരു പക്ഷേ ഈ പ്രതലം തന്നെ കാണാൻ രീതിയിൽ. ഇപ്പോൾ നമ്മൾ അടച്ചിട്ട റൂമ്, അതിലെങ്ങനെയോ ഒരു മിന്നാമിന അകത്ത് പെട്ടു, ജനലും കൂടി അടച്ചിറക്കണം, നല്ല ഇരുട്ടാണ്. അപ്പോഴാണ് ഈ മിന്നാമിനിങ് പറക്കണത്. ആ മിന്നാമിനിങ്ങിൻ്റെ പ്രകാശം കൊണ്ട് നമ്മുടെ പ്രതലം, നമ്മുടെ ഈ നടക്കുന്ന സ്ഥലം കാണാൻ പറ്റും, ചുമര് കാണാൻ പറ്റും. പക്ഷേ അതേ മിന്നാമിനിങ് ഈ വെയിലത്ത് സഞ്ചരിക്കുന്നുണ്ട്, ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറക്കുന്നുണ്ട്. നമ്മൾ ആ മിന്നാമിനിങ്ങിനെ തന്നെ ചിലപ്പോൾ കണ്ടില്ല എന്നും വരാം. അപ്പോൾ യഥാർത്ഥത്തിലുള്ള വേദ പഠന പ്രയോഗാദികൾ മുഴുവൻ ഈ ആവശ്യം നല്ലോണം അറിഞ്ഞ് ഇപ്പോൾ അത് വേണം, ഇതില്ലാതെ കണ്ട് പറ്റില്ല എന്നുള്ളൊരു അനന്യ ശരണാഗതിയോട് കൂടിയിട്ടാണ് വേദത്തിൻ്റെ പ്രയോഗം എങ്കിൽ അത് നാമജപം തൊട്ട് മഹായാഗങ്ങൾ വരെ ഇൻ ബിറ്റ്വീൻ ഉപാസന ഏതാച്ചാവാം. ക്ഷേത്ര ദർശനമായാലും ശരി, ഗുരു വന്ദനായാലും ശരി, മാനവ സേവയായാലും ശരി, അതൊക്കെ ഇതിൽപ്പെട്ടതാ. അത് വലിയ ഉപകാരമായിട്ട് മാറും അനന്യ ശരണാഗതി ചെയ്താൽ. അതല്ലെങ്കിൽ അത് പാഖണ്ഡമാവും. വെള്ളത്തിൽ വരച്ച വര പോലെ തീയില്ലാതെ കണ്ട് ഭസ്മത്തിൽ ഹോമിച്ചാൽ എന്താണ്ടാവുക? അവിടെ കിടക്കതേ, ഒന്നും ചെയ്യില്ല, ഒരു കാര്യമില്ല. അർത്ഥം ചുമരില്ലാണ്ട് ചിത്രം എഴുതിയ പോലെ. ഈ ഇടി ഒക്കെ ഉണ്ടാകുമ്പോൾ അവിടെ നല്ലോണം ചെറിയ ചെറിയ മഴ, ചാറ്റൽ മഴ, ഇങ്ങനെയൊക്കെ കുറേശ്ശെ ഉണ്ടാവും. ഇത് കേട്ട് കഴിഞ്ഞാൽ, വലിയ ഇടികളല്ല, ചെറിയ ചെറിയ ഇടികൾ, അങ്ങനെ ചാറ്റൽ മഴ അങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാൽ, ഇപ്പം വേനൽ കഴിഞ്ഞ് മഴയാണ് തുടങ്ങി, ആ സമയത്ത് തവള സദാസമയത്തും ശബ്ദിച്ചു കൊണ്ടേയിരിക്കുന്നത് കേൾക്കാം. ഒരു പ്രത്യേക ശബ്ദമാണ്. അതുപോലെയാണ് ഗുരു പറഞ്ഞു കഴിഞ്ഞാൽ, ഗുരു കൊണ്ട് വന്നു കഴിഞ്ഞാൽ വേദം പഠിക്കുന്ന വിദ്യാർത്ഥികൾ എങ്ങനെ ചൊല്ലും. സ്കൂളിലൊക്കെ കാണാം, മാഷന്മാർ വന്നിട്ട് പറയുമ്പോൾ അത് കുട്ടികൾ ഒരുമിച്ച് അങ്ങോട്ട് ചെല്ലും. മാഷാണ്ട് പോയി കഴിഞ്ഞാൽ അപ്പം സഡൻ ബ്രേക്ക് ഇട്ട പോലെ ഒക്കെ നിർത്തും. മാഷോട് വരുന്നുണ്ടെന്ന് കഴിഞ്ഞാൽ ആദ്യം ചൊല്ലി. അപ്പം അങ്ങനെ ചൊല്ലിയാൽ എന്താ ഗുണം? അതൊരു പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. തൽക്കാലം മാഷ് പടിയെടുത്ത് തല്ലില്ല, അത്രയേ ഉള്ളൂ. അപ്പം അത് പോരാ. നമ്മുടെ ഈ ശബ്ദം അത് എപ്പോഴും പുറമേക്ക് വന്നില്ലെങ്കിലും മനസ്സിൽ ആ ശബ്ദം ഉണ്ടായാൽ മതി. എന്താ ശബ്ദം വേണ്ടത്? നാരായണ ശബ്ദം, ഹരേ രാമകൃഷ്ണ ശബ്ദം, വേദമന്ത്രാച്ചാത്, സൂക്തച്ചാത്, ഏതായാലും കുഴപ്പമില്ല, മൂലമന്ത്രാച്ചാത്, ഭാഗവത പാരായണാച്ചാത്. എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ ജീവൻ്റെ ശുദ്ധിക്ക് വേണ്ടിയിട്ടാണ്, നമ്മുടെ മനസ്സ് ശുദ്ധമാവാൻ വേണ്ടിയിട്ടാണ്. വർഷക്കാലത്ത് മഴ ഇങ്ങനെ പെയ്തുമ്പോൾ ധാരാളം നിറച്ച് ദിവസേന മഴ പെയ്യുകയാണെന്ന് വെച്ചാൽ നദി കൊണ്ട് നിറഞ്ഞിട്ട് ഓവർഫ്ലോ ചെയ്യും, കര മുക്കും. വേനലിൽ ഒരു തുള്ളി വെള്ളം ഒന്ന് കാല് കഴുകാനോ അതിനും കൂടി ഉണ്ടാവില്ല.
അങ്ങനത്തെ നദികളാണല്ലോ ഈ ഉയർന്ന സ്ഥലത്തുനിന്ന് വളരെ താണ ദിക്കിലേക്ക് പോയിട്ട് കടലിലേക്ക് ചെന്ന് ചേരുന്ന നദികളുണ്ട്. അത് കുത്തനെ ചെരിഞ്ഞാണ് നിൽക്കണം. അപ്പോൾ അത് കാരണം അത് വെള്ളം സ്റ്റോർ ചെയ്യില്ല. വരുമ്പോൾ വെള്ളം ധാരാളം വരികയും ചെയ്യും. അത് കരകളൊക്കെ മുക്കുകയും ചെയ്യും ഒന്നിച്ച്. അങ്ങനെ ആയാൽ അതിനെ ഇവിടെ ഉപമിച്ചത് ധനികരുടെ ധനം നല്ല സാത്വിക ധനമല്ലെങ്കിൽ ലോട്ടറി പോലത്തെ പൈസയൊക്കെ വന്നു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? അത് പൂച്ചാണ് പോവും. അത് ഉപകരിക്കില്ല. നേരെ മറിച്ച് അന്നന്ന് പണിയെടുത്തിട്ട് അന്നന്ന് കിട്ടുകയാണെന്ന് വെച്ചാൽ അവർ സുഖമായിട്ടാണ് ജീവിക്കുന്നുണ്ടാവുക. അതിൽ ഈ മദ്യപാനോ തൊട്ടുള്ള ദുർവ്യയങ്ങളില്ലായിരുന്നു എങ്കിൽ അവർ സുഖിക്കണ പോലെ മറ്റൊരാൾക്ക് സുഖിക്കാൻ സാധിക്കില്ല. ഉപാസന ഇല്ലാത്തതുകൊണ്ട് ഈ അഡിക്ഷൻ വരും. മദ്യത്തിലോ മറ്റേതെങ്കിലോ ചീത്ത, ഒന്നുകിൽ ലോട്ടറി എടുക്കലാവാം, അല്ലെങ്കിൽ സ്ത്രീ വിഷയമാവാം, മറ്റേതെങ്കിലും ചൂതുകളിയാവാം. അതിനൊക്കെ കാശ് കളയേണ്ടവരുണ്ട്. ഞാൻ കള്ളൊന്നും കുടിക്കില്ല, പക്ഷേ ഞാൻ ചൂത് കളിക്കും, ഞാൻ ലോട്ടറി എടുക്കും. പൈസ തികയില്ല. കിട്ടും വിചാരിച്ചിട്ടാണ് ലോട്ടറി എടുക്കണത്. സുഖം കിട്ടും വിചാരിച്ചിട്ടാണ് മദ്യം കുടിക്കണത്. അപ്പം അങ്ങനെയായിട്ടൊരു കാര്യമില്ലല്ലോ. ധനികൻ്റെ ധനം വേണ്ട രീതിയിൽ ഉപയോഗിക്കുകയാണെന്ന് വെച്ചാൽ അത് എന്നേക്കും വലിയ സുഖമാണ്. എങ്ങനെയാണ് വേണ്ടത്? 10,000 കോടി റുപ്യ, ലക്ഷം കോടി റുപ്യ, കോടി റുപ്യ ഉള്ള ആള് ധനം ദാനം ചെയ്തുകൊണ്ട് എല്ലാവർക്കുമായിട്ട് അതിനെ വീതിച്ചുകൊണ്ട് അയാൾക്ക് ധനം കുറയില്ല. അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. ധനം ഉള്ളതിനെ വീതിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത് അതിനൊരു ചക്രമുണ്ട്. ഈ ചക്രം നമ്മളല്ല നിയന്ത്രിക്കണത്. അത് റിട്ടേൺ വന്നോളും. ധനത്തെ വീതം വയ്ക്കുക എന്നുള്ളത്, ദാനം ചെയ്യുക എന്നത് ആ ധനം ആ വാങ്ങിയ ആളിൽ നിൽക്കില്ല. അത് എവിടേക്കെങ്കിലും പരക്കും. അത് തുണിക്കടയിലായാലും സ്വർണ്ണക്കടയിലായാലും റേഷൻ കടയിലായാലും അതൊക്കെ റിട്ടേൺ വരും. ഏതൊക്കെ രീതിയിൽ എങ്ങനെ തിരിച്ചു വരുമെന്നുള്ളത് പറയാൻ കഴിയില്ല. അത് ഭഗവാന്റെ നിയന്ത്രണത്തിലാണ്, നമ്മുടെ നിയന്ത്രണമല്ല. അപ്പം അതുപോലെ വേണം ധനത്തെ നമ്മൾ ഈ വിനിയോഗം ശരിയാണെങ്കിൽ അത് വർധനയ്ക്ക് കാരണമാവും. ഈ ദാനം ചെയ്യുന്ന ആളുടെ വർധനയല്ല, ദാനം മേടിക്കുന്നയാളുടെയും വർധനയ്ക്കാണ്. അതാണ് ദാനം മേടിക്കുന്ന ആളും ദാനം കൊടുക്കുന്നയാൾക്കും തുല്യമാണ് ഭഗവാൻ ധനം ഈ പുണ്യം കൊടുക്കുന്നത്. വിനിയോഗം ശരിയാവണം. മേടിക്കുന്നയാൾ ധനം വിനിയോഗിക്കുന്നത് ശരിയാവണം. അപ്പോഴേ അത് ശരിയാവുള്ളൂ. അപ്പോൾ സുഖം എന്നുള്ളത് ഇന്ദ്രിയപ്രീത്യർത്ഥാവരുത്, ലോകഹിതാർത്ഥമാവണം. നമ്മൾ സുഖിക്കുമ്പോൾ അവനവൻ ആത്മസുഖത്തിനായി ആചരിക്കുന്നത് മുഴുവനും അന്യന് ഉപകാരമായിട്ട് തീരണം. ഭാഗവത ധർമാദി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്തൊക്കെ കിട്ടും? നമുക്ക് ഏറ്റവും മിനിമം വേണ്ടതായിട്ടുള്ള കുറച്ച് മോഹങ്ങളേ ഉള്ളൂ. സ്വസ്ഥത ശരീരത്തിനും മനസ്സിനും. അതേപോലെ ഈ സംഘശുദ്ധി. ഇന്ന് ചീത്ത ആളുകളെ കാണരുതേ. ഇപ്പോൾ കുറേ ആൾക്കാരിൽ നിന്ന് കടം വാങ്ങിയിട്ടുണ്ടെന്ന് കൂട്ടുക. അപ്പോൾ ഈ കടം വാങ്ങിയ അത് തിരിച്ചു കൊടുക്കാൻ നമ്മുടെ കയ്യിൽ ഉണ്ടാവില്ല, പല കാരണങ്ങളെ കൊണ്ട്. അപ്പോൾ ഈ കടം തന്നയാൾ വരും, എന്താ പൈസ തരാത്ത എന്ന് ചോദിച്ചിട്ടേ. അങ്ങനെയുള്ള ആളുകളെ കാണരുതേ. ഇത് വിചാരിക്കുന്നവരുണ്ട്. ഇല്ലായ്മ കൊണ്ടാണ്. അതൊരു സാത്വിക ബുദ്ധിയാണ്. അതിനെ ഉൾക്കൊള്ളാതാവണം വെച്ചാൽ നല്ലോണം ഭാഗവതം ഉള്ളിൽ കയറിയാലേ പറ്റൂ, അല്ലെങ്കിൽ പറ്റില്ല. അപ്പം അത്രയ്ക്ക് പ്രാധാന്യമുണ്ട് ഈ കിം ഋണം കിം ക്ഷണം കിം ദൈവം എന്നൊക്കെ പറഞ്ഞിട്ട് രാമായണത്തിൽ പറയുന്നുണ്ട്. അതിൽ ഈ കിം കണം ആണ് ഈ ധനം. കിം കണം, അത് ഒരു ചെറിയ അരിമണി കളയാൻ പാടില്ല. ഒരു ഉറുപ്പ്യ പോലും വെറുതെ കളയാൻ പാടില്ല. വളരെ ശ്രദ്ധിക്കണം. അങ്ങനെ ഈ ഒരു ഉറുപ്പ്യ കളയാത്തവരെ പിശുക്കൻ എന്നും, കടുക് മണി ചോരുന്നത് നോക്കും പക്ഷേ ആന അല്ലെങ്കിൽ കൊഴിഞ്ഞു പോകും, അത് അറിയില്ല എന്നും പറയണ. അതിൽ ഈ സാത്വികന്മാരെ വഞ്ചിക്കുന്നവരുണ്ട്, മിടുക്കന്മാരെ.
അപ്പോൾ കടുക് പണി ചോരുന്നത് ശ്രദ്ധിക്കും, മറ്റത് അറിയില്ല. വഞ്ചനാ സാമർഥ്യം കലികാലത്തിൽ വളരെ കൂടുതലാണ്. സാധുക്കളെ സജ്ജനങ്ങളെ വഞ്ചിക്കുക, അവരിൽ നിന്ന് ഏതൊക്കെ തരത്തിലായാലും ശരി ഊറ്റുക, ഇതൊരു നല്ല, നമുക്ക് ധാരാളം കണ്ണ് തുറന്ന് ഒന്ന് നോക്കിയേ വേണ്ടു, എന്നാൽ മനസ്സിലാവും. എന്തുകൊണ്ട് ഇങ്ങനെ വരണു? ഉപാസന ഇല്ലാത്തതുകൊണ്ടാണ്. ഉപാസന ഇല്ലെങ്കിൽ വഞ്ചിക്കപ്പെടും. ഉപാസന ഉണ്ടെങ്കിൽ, ഇപ്പോൾ വഞ്ചിക്കപ്പെടുന്നുണ്ടെങ്കിൽ അത് പൂർവ്വജന്മകൃതാണ്. പക്ഷേ അതുകൊണ്ട് നഷ്ടബോധം വേണ്ട എന്നാണ്. താൽക്കാലികമായിട്ടുള്ള വിഷമങ്ങളൊക്കെ ഉണ്ടാവും, അതൊരു വലിയ പ്രാരബ്ധത്തിൻ്റെ തീർക്കലാണ്. ഉൾക്കൊള്ളാൻ പ്രയാസ, കേസും കൂട്ടവും പലതുണ്ടോ. അതിന് മാന്തിയതിന് കേസും കൂട്ടവും. അച്ഛനും മക്കളും തമ്മിൽ ഓഹരി വയ്ക്കുമല്ലോ കലികാലത്തിൽ, അതിനടക്കം അച്ഛനെതിരെ കേസ് കൊടുക്കണം മിടുക്കന്മാരുണ്ട്. എന്താ കാരണം? ധനത്തിൻ്റെ വിനിയോഗം. അതേപോലെ തന്നെ ഈ രാജാക്കന്മാരുടെ നീതി നടപ്പാക്കുന്നത് സമ്പ്രദായം, അത് സത്വരജസ്തമോ ഗുണങ്ങളാണ്. അതിന് ഈ ഒരു പ്രാണിവർഗത്തെയാണ് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് ഭാഗവതം. ചുവപ്പ് നിറമുള്ള, വെളുപ്പ് നിറമുള്ള, അങ്ങനെയുള്ള ഒരു പ്രാണിവർഗത്തിനെയാണ്. അതിങ്ങനെ ഒരു കൂണ്, പച്ചപ്പുല്ല്, ഈ പ്രാണി, ഇങ്ങനെയാണ് കാണിച്ചത്. അപ്പോൾ ഇതൊക്കെ പടയാളികളെ പോലെ. പ്രപഞ്ചത്തിന് ചില നിലനിൽപ്പിന് ഇങ്ങനെ ചില കാര്യങ്ങളുണ്ട്. നമ്മൾ അതിന് ഒരു വിലയും വയ്ക്കുന്നുണ്ടാവില്ല എങ്കിലും ആ വസ്തുവിനും ആ ഉണ്ടാകുന്നതും കാണുന്നതുമായിട്ടുള്ള ആ വസ്തുവിനും വലിയ വിലയുണ്ട്. അത് പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ്. ഈ കൂണ് മറ്റേ ഹിമാലയത്തിൽ അല്ലെങ്കിൽ അതുപോലെ തപസ് ചെയ്യുന്നതായിട്ട് തപസ്വികൾ, കൂണ് ഒരു സമ്പൂർണ്ണ ആഹാരമാണ്. അത് കാരണം അതിൽ ഈ വിഷജീവികളൊക്കെ ധാരാളം വരും. അത് ഇല്ലാത്തതായിട്ടുള്ള കൂണ് അത് ആഹരിച്ച് കഴിഞ്ഞാൽ, ഒരു കൂണ് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നും കഴിക്കണ്ട. ചിലപ്പോൾ ഒരാഴ്ചയൊക്കെ അതിൻ്റെ ദഹിക്കാണ്ടല്ല, ആ വേണ്ടത് ഊർജ്ജം ഇങ്ങനെ ശരീരത്തിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നതാണ്. ഋഷിക്കൂൺ പലതരത്തിലാണ്. അതേപോലെ ഈ എത്ര കെമിക്കൽ ഉപയോഗിച്ചിട്ട് നശിക്കാത്ത സാധനം നശിപ്പിക്കാൻ പ്രകൃതിയിൽ മാർഗങ്ങളുണ്ടെന്നർത്ഥം. നമ്മുടെ പ്ലാസ്റ്റിക്കും കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രകൃതി നശിപ്പിക്കാനുള്ള വിദ്യ കണ്ടോളും. അത് ഉണ്ടാക്കണം, നമ്മളെ നശിപ്പിക്കുന്ന രീതിയിലാണ് കോവിഡൊക്കെ. എന്തെങ്കിലും ആവട്ടെ, എങ്ങനെയാ ഭഗവാന്റെ ലീലകളെ ധാരാളം ഉണ്ട് കേട്ടോ. അതേപോലെ സസ്യധാന്യ സമൃദ്ധി, ആ സമയത്തുള്ള കർഷകരുടെ സന്തോഷം. വല്ല വെള്ളപ്പൊക്കോ മറ്റേ മഴ പെയ്യാതെ കണ്ടോ പന്നികളെ തോരാതെ മറ്റേ കൃഷി മൊത്തം നശിച്ചു എന്ന് കൂട്ട, അപ്പം ഉണ്ടാവുന്ന ദുഃഖം. ഭഗവാന്റെ അനുഗ്രഹം ഭക്തന് കിട്ടുകയാണെങ്കിൽ അത് പ്രസാദമായിട്ടും ഈ അഭക്തന് നിത്യദുഃഖമായിട്ടും ഭാഗവതം അതിനെ ഉപമിക്കണം. ഉപാസന നല്ലോണം ചെയ്യുന്ന ആൾക്ക് ധാരാളം സുഖത്തെ ഭഗവാൻ കൊടുക്കും. ഉപാസന ചെയ്യാത്തയാൾക്ക് ദുഃഖം ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അത് ഞാൻ ഉപാസന ചെയ്യാത്താണ്ടാണ് എന്നുള്ളത് ചിന്തിക്കുക പോലും ഇല്ല ഇനി. അതാണ്. അതേപോലെ സമുദ്രം ചിലപ്പോൾ ഈ മർദ്ദങ്ങളെ കൊണ്ട്, കാറ്റ്, കോള ഇങ്ങനെയൊക്കെ വരാറുണ്ടല്ലോ, പ്രക്ഷുബ്ധമാവാറുണ്ട്. അപ്പോൾ വേലിയേറ്റം പോലെ ഒന്നിച്ച് വെള്ളം, സുനാമി വരാം. അത് ഈ കടല് നദിയും കൂടിയിട്ട് ചേരുന്ന സ്ഥലം, അത് ചില നദികൾക്ക് വല്ലാതെ കണ്ടുണ്ട്. വെള്ളം ധാരാളമായിട്ട് കൊണ്ടുവരുമ്പോൾ അവിടെ തിരിച്ച് അങ്ങോട്ട് പോകുമ്പോൾ അതേപോലെ തന്നെയാണ്, വെള്ളം വല്ലാതെ കണ്ടാണ് കയറും. അഴിമുഖങ്ങളൊക്കെ അത് അതീവ രൗദ്രമായിട്ട് കാണും. പക്ഷേ ഇത് സമുദ്രത്തെ ബാധിക്കുന്നുണ്ടോ? കാറ്റും കടലും കടൽക്കോളുകളും മറ്റേ ഈ ഒന്നിച്ചുള്ള മഴ പെയ്തിട്ട് വരവും ആ സമയത്ത് ഈ വേലിയേറ്റം കൂടി ഉണ്ടായി. ഈ വെള്ളം ഒന്നിച്ച് ഭൂമിയെ മുഴുവൻ മുക്കി തിരിച്ച് ഭൂമിയിൽ നിന്ന് വീണ്ടും ഈ കടലിലേക്ക് വന്നു. ഈ കടലിന് അവിടെ ഒരു ലേശം നേരം
ഒരു കളർ വ്യത്യാസമോ അല്ലെങ്കിൽ ഈ മറ്റേ തിരമാലകളുടെ വ്യത്യാസം ഇതൊക്കെ നമ്മൾ കാണും എന്നല്ലാതെ കണ്ട് അതിൻ്റെ ഒരു പരിധി 100 മീറ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കടൽ സെയിമാണ്, ഒരു വ്യത്യാസമില്ല. ഈ തീരത്ത് മാത്രം കുറച്ച് സ്ഥലം അങ്ങനെ കാണും എന്നല്ലാണ്ട് കടലിന് വല്ല മാറ്റമുണ്ടോ എന്ന കൂട്ടത്തിലാണ് ഋഷിമാര്, പുണ്യാത്മാക്കള്, മഹാപണ്ഡിതന്മാര്, ഭഗവത് അനുഗ്രഹത്തെ നേടിയതായിട്ടുള്ള ഇവർക്ക് ഈ പ്രകൃതിയിൽ എന്ത് സംഭവിച്ചാലും അത് വിഷയമേ അല്ല. ഭിക്ഷുഗീതയിൽ ഒടുക്കം അനുഭവിക്കുന്നതായിട്ടുള്ള ആ ഭക്തൻ തൻ്റെ മേൽ കാഷ്ടിച്ചു, മൂത്രമൊഴിച്ചു, തുപ്പി, അടിച്ചു, ചീത്ത വാക്കുകൾ പറഞ്ഞു. ഇതൊന്നും നമുക്കിഷ്ടമല്ല. അത് മുഴുവൻ ഇത് എന്തോ കാരണം കൊണ്ട് ഞാൻ അനുഭവിക്കേണ്ടതായിട്ട്, ഞാനല്ല എൻ്റെ ഈ ശരീരം അനുഭവിക്കേണ്ടതായിട്ടൊരു ഫലമാണ്. ആ ഫലത്തെ ഞാൻ പ്രാരബ്ധം തീർക്കാൻ വേണ്ടിയിട്ട് അനുഭവിക്കണം. ഇതിൻ്റെ കാരണം ഈ ജനങ്ങളല്ല, ഈ കാലമല്ല, ഗ്രഹമല്ല, നിയന്ത്രിക്കുന്നതായിട്ടുള്ള ഒന്നുമില്ല. ഇങ്ങനെ സമാധാനിക്കാറാവണമെങ്കിൽ, അതിനെ കൃഷ്ണൻ എടുത്തിട്ട് ഉദ്ധവനോട് പറയാറാവണമെങ്കിൽ ആ ഭക്തന്റെ ഈ ഭാവമാറ്റം എങ്ങനെയായിരുന്നു എന്ന് നല്ലവണ്ണം മനസ്സിലാക്കിയതുകൊണ്ടല്ലേ കൃഷ്ണൻ അത് പറഞ്ഞത്. അതിൻ്റെ പൂർവം ധനം സമ്പാദിക്കുക, ഒരാൾക്കും കൊടുക്കാതെ കണ്ട അവനവൻ മാത്രം അവനവനും ഉപയോഗിക്കണില്ല, കൂട്ടി വെക്കൽ മാത്രമേ ഉള്ളൂ. അത് മുഴുവൻ കള്ളന്മാർ കൊണ്ടുപോയി രാജാവ് ടാക്സായിട്ട് കൊണ്ടുപോയി കാറ്റും കോളും അഗ്നിയും വന്നു കത്തിച്ചു, ജലവും മുക്കി. വല്ലതും കിട്ടിയോ? ഒന്നും കിട്ടിയില്ല. ആർക്കും ഒന്നും ഉപയോഗിക്കാൻ ആ സമയത്ത് കൊടുത്തില്ല. വേണ്ട സമയത്ത് ഇദ്ദേഹത്തിന് ഉപയോഗിക്കാനായിട്ട് അന്യരാൽ കൊടുക്കപ്പെട്ടത് പോലും കിട്ടിയില്ല. പായസമായാലും വെള്ളമായാലും അതിലൊക്കെ മണ്ണും പൊഴിയൊക്കെ വാരിട്ട് കഴിക്കാൻ പറ്റാണ്ടേ. എന്നിട്ടും പറയുന്നത് ഇത് സാരമില്ല, ഈ ജീവന് ഇത് അനുഭവിക്കാനുള്ള യോഗമുണ്ട്. അത് കഴിഞ്ഞാൽ ശുദ്ധിയാണ്. മനഃശുദ്ധി കിട്ടിക്കഴിഞ്ഞേ ജീവൻ പ്രാരബ്ധം തീർക്കുകയാണ്. അതായാൽ പിന്നെ ജീവൻ മുക്ത അവസ്ഥയാണ്. അതാണ് ജീവൻ മുക്ത അവസ്ഥ. അപ്പ പാടിയ പാട്ടാണ് കൃഷ്ണൻ ഏറ്റെടുത്ത ആ ഭാവമാണ് ഭാവഗ്രാഹി ജനാർദ്ദന. അപ്പോൾ മഹാതപസ്വികളെ, മഹാജ്ഞാനികളെ, പണ്ഡിതന്മാരെ ഇതൊന്നും ബാധിക്കില്ല. അപ്പോൾ നമുക്ക് സംശയവും, സനകാദികൾ മഹാജ്ഞാനികളാണല്ലോ, ജ്ഞാനവൃദ്ധർ എന്നാ അവരെ പറയുക. അവർക്ക് വൈകുണ്ഠത്തിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ജയവിജയന്മാരെ തടുത്തപ്പോൾ എന്തുകൊണ്ട് ഇത് തോന്നി? വൈകുണ്ഠത്തിൽ തടുക്കുകയോ? അപ്പോൾ ഭാഗവതം നമ്മൾ പുരാണങ്ങളിൽ വെച്ചിട്ട് ഏറ്റവും മുഖ്യമായിട്ടുള്ള, ഏറ്റവും സാത്വികമായിട്ടുള്ള നാമപുരാണമാണ് ഭാഗവതം. അവിടെ പോലും നമുക്ക് സംശയം വന്നു. അയ്യോ, സനകാദികൾക്ക് ഇങ്ങനെ തോന്നിയോ? ജയവിജയന്മാർക്ക് ശാപം കിട്ടിയോ എന്നുള്ളതല്ല, അതാ ആദ്യത്തെ, അത് ഏറ്റവും താഴെയുള്ള പടിയാണ്. സനകാദികൾക്ക് എന്തുകൊണ്ട് ഇത് തോന്നി? വൈകുണ്ഠത്തിൽ ശാപം പാടില്ല, ഇങ്ങനെ ബ്രാഹ്മണരെ എതിർക്കാൻ പാടില്ല, ബ്രാഹ്മണ വിരോധം വരാൻ പാടില്ലല്ലോ. അതവിടെ സംഭവിച്ചു. എന്തുകൊണ്ട് സംഭവിച്ചു? ഭഗവാൻ നമുക്ക് പരീക്ഷയ്ക്കുള്ള ഉത്തരമായിട്ടാണ് അത് തന്നത്. എന്തിനാ സനകാദികൾ വന്നത് എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം അത്. സകല സ്വരൂപം എന്തിന് ഭഗവാൻ സ്വീകരിക്കുന്നു, അവതാരങ്ങൾ എന്തിന് ഭഗവാൻ സ്വീകരിക്കുന്നു, ജനങ്ങളെ എന്തിനു വേണ്ടിയിട്ട് ബ്രഹ്മോപാസന പറ്റാതെ കണ്ട് സകല ഉപാസന ചെയ്യണു, മൂർത്തി ഉപാസന ചെയ്യണു. ഇത് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് അവർ വന്നതേ. ആ അന്വേഷണത്തിൻ്റെ ചോദ്യോത്തരങ്ങളാണ് വന്നപ്പോൾ തടുത്തതും ശാപമായിട്ട് തോന്നിയതും അവർക്ക് ജന്മങ്ങളെ സ്വീകരിക്കേണ്ടി വന്നതും ഭഗവാന്റെ അവതാരങ്ങളും. ജ്ഞാനികൾക്ക്, പണ്ഡിതന്മാർക്ക് ഇത് വരില്ല, എന്നിട്ടും വൈകുണ്ഠത്തിൽ വെച്ചിട്ട് സനകാദികൾക്ക് അത് വന്നു എങ്കിൽ അതാണ് ഭാഗവതം. നമ്മളെ പഠിപ്പിക്കുകയാണ്. ഗ്രന്ഥങ്ങളിൽ ഉത്തമ ഗ്രന്ഥം, പുരാണങ്ങളിൽ ഉത്തമ പുരാണം, 10 ലക്ഷണത്തോടു കൂടിയ പുരാണം. അതിനെ ഉൾക്കൊള്ളാൻ കുറച്ച് പ്രയാസം. അത് അവിടേക്ക് എത്തിയാൽ മതി. അവിടേക്ക് എത്തിയാൽ നമുക്ക് ക്രമേണയായിട്ട് സ്റ്റെപ്പ് മുകളിലേക്ക് കയറി പോകാൻ പറ്റും. മരുതുൽപ്പത്തിയിൽ
ദിതിയുടെ മക്കളായിട്ട് ജനിക്കേണ്ടി വന്നു. പക്ഷേ അതിഥിയുടെ മക്കളേക്കാൾ കൂടുതൽ പ്രാധാന്യത്തോടു കൂടിയിട്ട്, അതാണ് ദേവന്മാരെ നമ്മൾ പ്രാണോർജം ഈ ശ്വാസവായു കിട്ടിയില്ല വെച്ചാലേ വിവരം അറിയും. മരുത്തുകൾ പ്രാണങ്ങളാണ്. അപ്പോൾ പ്രാണം ഇങ്ങനെ ശ്വാസം വലിക്കാൻ പറ്റിയില്ല വെച്ചാലേ എത്ര നേരം പറ്റും? ആയിക്കോട്ടെ, സമയം നമുക്കറിയില്ല, നമ്മൾ മരിക്കണവരെ കുറച്ച് സമയമുള്ളൂ. അതാണ് ഭാഗവതം. അപ്പം ഇങ്ങനെ ഉപാസനയെ മറക്കരുത് എന്ന് പ്രത്യേകമായിട്ട് പറയുകയാണ്. സൂര്യനെ പറ്റി, മേഘത്തെ പറ്റി, മഴയെ പറ്റി ധാരാളം ഉദാഹരണങ്ങളിലൂടെയാണ് ഈ ഭാഗവതം നമുക്ക് ഋതുവർണ്ണന എന്നതിൽ പറയണത്. അതിൻ്റെ ബാക്കി ഭാഗങ്ങൾ നമുക്ക് അടുത്തതിൽ പറയാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. ഇത് കേട്ട് ഷെയർ ചെയ്യുക. ഇത് താത്വിക വിശകലനം പോലെ അവനവൻ്റെ ജീവിതത്തിൽ നമുക്ക് പറ്റിയതായിട്ടുള്ള തെറ്റുകളെ ഒന്ന് പരീക്ഷിക്കാനുള്ള രീതിയിൽ ചിന്തിക്കാൻ ഈ അധ്യായം 20 അതിൻ്റെ വ്യാഖ്യാനങ്ങൾ വായിച്ചാൽ മനസ്സിലാവും. അത് എല്ലാവർക്കും അതിൻ്റെ ഗുണപരമായിട്ടുള്ള ഫലത്തെ തരുമാറാകട്ടെ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. ഭക്തി തരട്ടെ. നാരായണ നാരായണ.